ഹലോ അസ്സലാമലൈക്കും. ഒരു തവ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് 1/2 കിലോ ഉള്ളി ചെറിയ പീസാക്കിയതുണ്ട് അതിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് 2 ഉള്ളി 3 ഉള്ളി അങ്ങനെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇടാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാൻ വാടാൻ വെക്കുന്നുണ്ട്. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് വാടാൻ വെക്കാറ്, കുറേ ഇളക്കാറൊന്നുമില്ല. വേർപ്പിലും ഉപ്പിലും അത് നന്നായി വാടിക്കോളും. ഇതാ 5-10 മിനിറ്റിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷാക്കിയത്, പേസ്റ്റ് ആക്കരുത്, അന്നേരം ടേസ്റ്റ് കൂടില്ല. അതിട്ട് കൊടുക്കാം. 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളി അല്ലിയുമാണിത്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചെറിയ പീസാക്കിയ കറിവേപ്പിലയുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായി പച്ചമണം പോകുന്നത് ഒരു വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഞാൻ 2-3 ഭാഗമാക്കുന്നുണ്ട്, 2-3 സ്നാക്സിന് വേണ്ടി. അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് കുക്കറിൽ, വലിയ 2 ഉരുളക്കിഴങ്ങ് കുക്കറിൽ നന്നായി പുഴുങ്ങിയെടുത്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഉടച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പട്ടാണിക്കടല പുഴുങ്ങിയത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എന്താ വേണ്ടതെന്ന് ഞാൻ ഇട്ട് കൊടുക്കാം. എൻ്റെ കുട്ടികൾ അതൊക്കെ എടുത്ത് മാറ്റും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയേ വേണ്ടൂ. ഇനി ഞാനൊരു സമൂസ ഷീറ്റ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതിൽ നിന്നൊരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ ഇതില്ലേ മൈദയും പച്ചവെള്ളവും കൂടിയിട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മൈദയും ഒരു ഇച്ചിരി പച്ചവെള്ളം കൂടിയിട്ട് പേസ്റ്റ് ആക്കി എടുത്തത്. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് സമൂസ ഷീറ്റ് ഉണ്ടാക്കാറ്. ഒരാൾ ഓരോ വിധത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചു കൊടുക്കാൻ, ആദ്യം തന്നെ മസാല നിറച്ചു കൊടുത്തിട്ടാണ് ഉണ്ടാക്കാറ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഏടി ഹോൾസ് ഒന്നും ഉണ്ടാകുന്നില്ല, നന്നായി ടച്ച് ആവുന്നുണ്ട്. ഒന്നുകൂടി ഇവിടെ പേസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സമൂസ ഷീറ്റ് ഉണ്ടാക്കി, എല്ലാവരും ഓരോരോ രീതിയിലാണ് ഉണ്ടാക്കാറ്. എണ്ണ നന്നായി തിളച്ചാൽ അതിലേക്ക് ഇടാം. അതിലേക്ക് ഇട്ടിട്ട് ഞാൻ 3 പീസ് ഇടുന്നുണ്ട്, 6 പീസേ ഉണ്ടാക്കുന്നുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വറുത്തു വരാം. പിന്നെ ഇതിൽ 2-3 ലെയർ ഉണ്ടായതുകൊണ്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. ഇനി മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കിയിട്ട് നമുക്ക് എടുത്തു മാറ്റാം. ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, അതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇത് 6 സമൂസ ഇങ്ങനെയുണ്ട്, അടിപൊളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.